ട്രൈ ചെയ്യും. കൊടുക്കട്ടെ? കൊടുക്ക്. എവിടെ അടിക്കണ്ടേ? എവിടെ അടിക്കും. ഞങ്ങളുടെ പുറകിൽ ഒരു അടിപൊളി വീടുണ്ട്. ഒരു മോഡേൺ സ്റ്റൈലുള്ള ഒരു ഗംഭീര വീടാണ്. നമ്മളിത് പറയാൻ പോകുന്നത് വീട്ടിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വീട്ടിലെ അകത്തളങ്ങളിൽ ആളുകൾ ഒരുപാട് ഓപ്പൺ സ്പേസുകൾ ചെയ്യാറുണ്ട്. ഏകദേശം 6000 സ്ക്വയർ ഫീറ്റോളം വലിപ്പം വരുന്ന ഒരു വീടാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. വീട്ടിനേക്കാൾ ഉപരി ഇത്തരം ഓപ്പൺ സ്പേസുകൾ നമുക്ക് ഇങ്ങനെ UPVC വിൻഡോ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് മനോഹരമായിട്ട് ചെയ്യാവുന്നതാണ് അല്ലേ? അതെ. യെസ്. അപ്പം 5 elements വിൻഡോസ് ആൻഡ് ഡോർസ് അല്ലേ? നമ്മളാണ് ഈ വീടിന്റെ കംപ്ലീറ്റ് വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത് അല്ലേ? അത് നമുക്ക് നേരിട്ട് കണ്ടാൽ അതിന്റെ ഒരു ബ്യൂട്ടി എങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്നത്. മെക്കാനിസം വീടിനെ കാണിച്ചു തരാം അല്ലേ? അതെ. ഇതാണ് UPVC. ബ്ലാക്ക് കളർ UPVC ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ അലൂമിനിയം ചെയ്യുന്നുണ്ടല്ലേ? സിസ്റ്റം അലൂമിനിയം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ UPVC ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലാമിനേറ്റഡ് ആണോ? ലാമിനേറ്റഡ് ഗ്ലാസ്. അതായത് കസ്റ്റമർക്ക് ഒരു കൺസേൺ ഉണ്ടായിരുന്നത് സെക്യൂരിറ്റി ചെയ്തുള്ളതാണ് ലാമിനേറ്റഡ് ഗ്ലാസ്. മാത്രമല്ല ഇത് 3 ട്രാക്ക് ആണ്. നമുക്ക് മെഷ് നമുക്ക് ഉള്ളിൽ നിന്ന് കാണാതെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഏറ്റവും പ്രശ്നം എന്താ? കൊതുക് മാത്രമല്ല പാമ്പിനെ പിടിക്കണ്ട. SS മെഷുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി നമ്മൾ ഇതിന് 20 years വാറണ്ടി നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ലൈഫ് UPVCയുടെ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40, 45, 50 ഇതിന് ലൈഫ് വരും. 40-50 കൊല്ലത്തോളം അതിന് മുകളിൽ നമുക്ക് ലൈഫ് കൊടുക്കും. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ സ്ലൈഡിങ് വിൻഡോസ് വിത്ത് മെഷായിട്ടുണ്ട്. വിത്ത് മെഷാണ്. അപ്പം ആ ഒരു ലാമിനേഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി, അതായത് കസ്റ്റമറുടെ ഫസ്റ്റ് പ്രിഫറൻസ് സെക്യൂരിറ്റി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ചോയ്സ് കൊടുക്കും ലാമിനേറ്റഡ് ഗ്ലാസ്. സ്ലൈഡിംഗ് ഡോർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വിത്ത് മെഷായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു പാർട്ടാണ് അല്ലേ? ഇപ്പൊ ഞങ്ങൾ ഒരുപാട് ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഈ UPVC വിൻഡോയുടെ ഒരു പ്രാധാന്യം അല്ലാണ്ട് ഉണ്ട്. ഏത് സൈസിലും കസ്റ്റം ചെയ്തെടുക്കാം. ഏത് സൈസിലും നമുക്ക് കസ്റ്റം ചെയ്യാം. അതല്ലേ? നമ്മൾ ഫാക്ടറിയിൽ പോയി കാണാം. സൈസിനനുസരിച്ച് നമുക്ക് ഇതിന്റെ പറഞ്ഞില്ലേ 2 ട്രാക്ക് 3 ട്രാക്ക് അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഇത്തരം ഗ്ലാസുകൾക്ക് നമുക്ക് എങ്ങനെ അത് സേഫ്റ്റി അഷ്യൂർ ചെയ്യാം? ഇത് ഈസി ആയിട്ട് ബ്രേക്കബിൾ ആണോ? അല്ല, ഇതാതെ പറഞ്ഞ ഇത് ലാമിനേറ്റഡ് ഗ്ലാസുകളാണ്. അതായത് 2 ടഫൻ ഗ്ലാസുകൾക്ക് ഇടയിൽ ഒരു PVB ഇന്റർലെയർ വരും. അതാണ് ഈ ലാമിനേറ്റഡ് ഗ്ലാസ്. അപ്പൊ പൊട്ടിക്കല് ടാസ്ക് ആണ്. അതായത് പൊട്ടില്ല എന്നല്ല, ഗ്ലാസ് പൊട്ടും, നമുക്ക് പൊട്ടിക്കാൻ പറ്റും. പക്ഷെ സമയം എടുക്കും. അതിപ്പോ നമ്മളിപ്പോ ചമരാണെങ്കിലും ഇപ്പൊ ഈ മരത്തിന്റെ ഡോർ ആണെങ്കിലും പൊട്ടിക്കുന്നവർക്ക് അത് ഈസി ആയിട്ട് പൊട്ടിക്കാം. പക്ഷെ ഇതിൽ മാക്സിമം സെക്യൂരിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്യും. കൊടുക്കട്ടെ? കൊടുക്ക്. എവിടെ അടിക്കണ്ടേ? എവിടെ അടിച്ചോ. ഒരു കുഴപ്പമില്ല. ഉറപ്പാണേ? അടിക്കും. പൊട്ടില്ല. പഠിച്ച് മെല്ലെ അടിച്ചിട്ടുള്ളൂ. സ്ട്രോങ് അടിക്കും. ഇങ്ങനെ നിൽക്കുള്ളല്ലേ? ഇനി അടിച്ചോ. ഇനി അത് അടിച്ചാലും ഈ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞ്, അതായത് ഇത് പൊട്ടിയൊരു വീഴില്ലേ സംഭവം. ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിന്റെ ഉള്ളിൽ തന്നെ ഈ ഫിലിം ഒരു ഫിലിമില് അതിലാണ് ഇത് നിൽക്കുന്നത് അല്ലേ? അത് അതായത് കസ്റ്റമർക്ക് ചോയ്സ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ലാമിനേറ്റഡ് ഗ്ലാസുകൾ ഉപയോഗിക്കാം. സെക്യൂരിറ്റിക്ക്, സൗണ്ട് പ്രൂഫ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഹീറ്റ് കട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് DG ഗ്ലാസുകൾ ഉപയോഗിക്കാം. പെർഫോമൻസ് ഗ്ലാസുകൾ വേണം. വൈഡ് വെറൈറ്റി ഗ്ലാസുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. വീടുകളിൽ ഗ്ലാസ് ബ്രിഡ്ജുകൾ വരെ പണിയുന്ന സമയമാണ്. അപ്പൊ പിന്നെ ആ ഗ്ലാസിന്റെ സ്ട്രെങ്ത് ഉപയോഗിക്കാമല്ലോ അല്ലേ?